ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 സെപ്റ്റംബർ 7 ഞായറാഴ്ച രാത്രി 9:58 മുതൽ 1:22 വരെ ആണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത്. കുംഭക്കൂറിൽ ചതയം പൂരൂരുട്ടാതി നക്ഷത്ര സന്ധികളിൽ ഗ്രഹണം ആരംഭിച്ച് പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ഗ്രഹണം പൂർത്തിയാകും. സെപ്റ്റംബർ 7 ചന്ദ്രഗ്രഹണം ഭാരതത്തിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഗ്രഹണം ദൃശ്യമാകും. രാത്രി 11 മുതൽ 12 മണി വരെ ഗ്രഹണ മധ്യ സമയമാണ്. ഗ്രഹണം വ്യക്തമായി ദൃശ്യമാകുമ്പോൾ ചന്ദ്രനെ ചുവന്ന നിറത്തിൽ ദൃശ്യമാകുന്നതിനാൽ ചുവന്ന ഗ്രഹണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. കുംഭക്കൂറിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ ഈ ഗ്രഹണം രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം ആകുന്നു. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർക്കുനേർ വരികയും ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുമ്പോൾ ആണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. പുരാണ കഥകൾ പ്രകാരം സൂര്യചന്ദ്രഗ്രഹണങ്ങൾ ഒന്നുകിൽ രാഹുവോ കേതുവോ ഇവയെ വിഴുങ്ങുന്നതാവും. ഇത്തവണ ചന്ദ്രനെ രാഹു ഗ്രസിക്കുന്നു. ആയതിനാൽ ഇത് രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം ആയി അറിയപ്പെടുന്നു. ഗ്രഹണഫലങ്ങൾ പൊതുവെ ദോഷപ്രധാനമാണ്. അവ നൽകുന്ന അനുഭവങ്ങളും ജീവിത വിഘാതങ്ങളും രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പോലും ബാധിക്കാറുള്ളതായി ജ്യോതിഷ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗ്രഹണഫലം ചില കൂറുകാർക്ക് 6 മാസത്തോളം അനുഭവത്തിൽ വരുന്നതായിരിക്കും. 2025 സെപ്റ്റംബർ 7 ചന്ദ്രഗ്രഹണഫലം മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവർക്ക് ഏത് വിധത്തിലുള്ള ഫലങ്ങളാണ് ലഭിക്കുന്നതെന്ന് ഇവിടെ വിശദീകരിക്കുന്നു. അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവും അടങ്ങിയ മേടക്കൂറുകാർക്ക് 11ാം ഭാവത്തിൽ ചന്ദ്രഗ്രഹണം നടക്കുന്നതിനാൽ ഗ്രഹണദോഷം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് മേടക്കൂറുകാർക്കാണ്. ഗ്രഹണം മൂലം നിലവിലെ ജീവിത സാഹചര്യങ്ങളിൽ കാര്യമായ കോട്ടം ഒന്നും സംഭവിക്കില്ല. പ്രതീക്ഷിച്ച കാര്യങ്ങൾ തടസ്സം കൂടാതെ നടന്നു കിട്ടും. എങ്കിലും ചന്ദ്രൻ 4ാം ഭാവത്തിൻ്റെ അധിപൻ ആയതിനാൽ മനസ്സിൽ ചില സംശയങ്ങൾ ഉണ്ടായേക്കാം. അകാരണമായ ഭയം അല്പം കൂടിയേക്കും. കുറച്ച് ദിവസത്തേക്ക് ഉറക്കം കുറയാനുള്ള സാധ്യതയും ഉണ്ട്. കൂട്ടുകെട്ടുകളിൽ ജാഗ്രത അനിവാര്യമാണ്. ദൂരയാത്രകൾ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് ഉചിതമായിരിക്കും. വളർത്തു മൃഗങ്ങളുടെ പരിപാലനം ക്ലേശിപ്പിക്കുന്നതായിരിക്കും. പ്രതീക്ഷിച്ച യാത്രകൾ നീട്ടിവെക്കാൻ ഇടയുണ്ട്. കുടുംബത്തിലെ സ്ത്രീകളുടെ കാര്യത്തിൽ കരുതൽ ഉണ്ടാകണം. രോഗഗ്രസ്തർക്ക് വൈദ്യസഹായം ആവശ്യമായി വരും. ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കരുതൽ വേണം. കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് ഗ്രഹണം നടക്കുന്നത് 10ാം ഭാവത്തിലാണ്. തൊഴിലും തൊഴിൽ മേഖലയുമാണ് 10ാം ഭാവം. ആയതിനാൽ ഗ്രഹണത്തിൻ്റെ അനന്തരഫലമായി കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ നേരിടാം. ലക്ഷ്യത്തിലെത്താൻ കാലതാമസം ഉണ്ടാകും. മേലധികാരികളുമായോ സഹപ്രവർത്തകരുമായോ തർക്കത്തിലേർപ്പെടാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടും. വിദേശത്തു നിന്നും നാട്ടിലേക്ക് വരാൻ ഒരുങ്ങുന്നവർക്കും അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അല്പം കൂടി കാത്തിരിക്കുകയാവും ഉചിതം.
സഹായിക്കാമെന്ന് പറഞ്ഞവർ വാഗ്ദാനങ്ങളിൽ നിന്നും പിന്മാറും. വിദ്യാർത്ഥികൾക്ക് പഠിപ്പിലും ഗവേഷണത്തിലും ഏകാഗ്രത കുറയുന്നതാണ്. സഹോദരങ്ങളുമായി അഭിപ്രായ ഭിന്നത രൂപപ്പെടും. അകാരണമായ വിഷാദമോ ഭയമോ അലട്ടിയേക്കാം. തൊഴിൽ മേഖലയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും. സാമ്പത്തിക കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ ആവശ്യമാണ്. തീരുമാനിച്ച തീർത്ഥാടനങ്ങൾ മാറ്റിവെക്കുവാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. മകയിരം അവസാന പകുതിയും തിരുവാതിരയും പുണർന്ന് മുക്കാൽ ഭാഗമടങ്ങിയ മിഥുനക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലാണ് ഗ്രഹണം നടക്കുന്നത്. ഭാഗ്യ അനുഭവങ്ങൾക്ക് മങ്ങലുണ്ടാകും. ഉറപ്പിച്ച കാര്യങ്ങൾക്ക് തടസ്സം നേരിടാം, അല്ലെങ്കിൽ നീട്ടിവെക്കാനും സാധ്യതയുണ്ട്. പൈതൃക സ്വത്ത് സംബന്ധിച്ച് തർക്കത്തിനും സാധ്യതയുണ്ട്. ഏകോപനത്തിലെ മിടുക്കിനെ ആലസ്യം ബാധിച്ചേക്കാം. ഉപാസനാദികൾക്ക് ഭംഗം വരുന്നതാണ്. ക്ഷേത്ര ദർശനത്തോട് അലംഭാവം തോന്നും. നീതിബോധത്തോടെ പ്രവർത്തിച്ചാലും വേണ്ടപ്പെട്ടവർ പക്ഷപാതം കാട്ടിയെന്ന് ആരോപിച്ചേക്കും. കച്ചവട രംഗത്ത് ശ്രദ്ധ വേണം. കടം കൊടുത്താൽ അത് വാങ്ങിയവർ കടം വീട്ടുന്നതിൽ താൽപ്പര്യം കാണിക്കില്ല. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം. ഭൂമി ക്രയവിക്രയത്തിൽ നഷ്ടം വന്നേക്കാം. പ്രണയികൾക്ക് പ്രതിപത്തി കുറയുന്നതാണ്. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കും. ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർ നിലവിലെ ജോലി തൽക്കാലം ഉപേക്ഷിക്കുക ഉചിതമായിരിക്കില്ല. പുതിയ ജോലി ഉടനെ ലഭിക്കണം എന്നില്ല. പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് കർക്കിടകക്കൂറിൻ്റെ 8ാം ഭാവത്തിലാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത്. ഈ ഗ്രഹണത്തിൻ്റെ ദോഷഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുവാനുള്ള സാധ്യത കർക്കിടകക്കൂറുകാർക്കാണ്. കൂടാതെ ചന്ദ്രൻ കർക്കിടകക്കൂറിൻ്റെ അധിപനുമാണ്. വ്യക്തിജീവിതത്തിൽ ചില പ്രതിസന്ധികൾ രൂപം കൊള്ളും. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ പലതും പൂർത്തിയാകുവാൻ വിഷമിക്കുന്നതാണ്. ധനവിനിമയത്തിൽ ശ്രദ്ധ വേണം. കടം വാങ്ങി ചെലവ് നടത്തുന്ന രീതി ദോഷം ചെയ്യും. എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം ദോഷമായി തീരും. ആരോഗ്യപരമായ കാര്യങ്ങൾ നിസ്സാരമായി കാണരുത്. ജീവിതശൈലി രോഗങ്ങൾക്ക് കൃത്യമായ പരിശോധന ആവശ്യമാണ്. പ്രണയത്തിലെ പ്രശ്നങ്ങൾ കുടുംബ ബന്ധങ്ങളെ ബാധിച്ചെന്നു വരാം. പുതിയ കരാറുകളിൽ ഏർപ്പെടുന്നവർക്ക് വ്യവസ്ഥകൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള ശ്രദ്ധ വേണം. ഗൃഹനിർമ്മാണ രംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഉപജാപങ്ങളെ നേരിടേണ്ടി വരുന്നതാണ്. വാഹനം, വൈദ്യുതി തുടങ്ങിയവയുടെ ഉപയോഗത്തിലും കരുതൽ വേണം. മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവുമടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് 7ാം ഭാവത്തിലാണ് ഗ്രഹണം നടക്കുന്നത്. യാത്രകൾ കൊണ്ട് ക്ലേശമുണ്ടാകും. പങ്കാളിത്ത ബിസിനസ്സിൽ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കും. തീരുമാനങ്ങൾ ഏകപക്ഷീയമായി എന്ന് ഒപ്പമുള്ളവർ വിമർശിക്കും. പ്രണയികൾക്ക് തടസ്സങ്ങൾ നേരിടും. അനുരഞ്ജനമില്ലായ്മ ദാമ്പത്യ ജീവിതത്തെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. അവിവാഹിതരുടെ വിവാഹാലോചനകളിൽ തീരുമാനം നീളും. വേണ്ടത്ര തയ്യാറെടുത്താലും അഭിമുഖങ്ങളിൽ തിളങ്ങാൻ അയക്കില്ല. വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുന്നതാകും ഉചിതം. കോടതി വ്യവഹാരങ്ങൾ നീണ്ടുപോകും. ചെലവുകളിൽ നല്ല നിയന്ത്രണം വേണം. ചീത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെടുവാനുള്ള സാധ്യത ഉള്ളതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്നും സ്വയം വിട്ടുമാറുവാൻ ശ്രമിക്കേണ്ടതാണ്. ഉപാസനകളിലും ആത്മീയ കാര്യങ്ങളിലും തടസ്സം നേരിടും. സാഹസങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ദുഷ്പ്രവണതകളെ സ്വയം തിരിച്ചറിയേണ്ടതുണ്ട്. സർക്കാരിൽ നിന്നുമുള്ള അനുമതി നേടാൻ ആവർത്തിത പരിശ്രമം വേണ്ടി വരുന്നതാണ്. ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യപകുതിയുമടങ്ങിയ കന്നിക്കൂറുകാർക്ക് ഗ്രഹണം 6ാം ഭാവത്തിലാണ് നടക്കുന്നത്. ആയതിനാൽ വലിയ ദോഷഫലങ്ങൾ ഉണ്ടാകില്ല. പ്രണയബന്ധം ശിഥിലമാകും. ദാമ്പത്യ ജീവിതത്തിലും പൊരുത്തക്കേടുകൾ കൂടുന്നതായി തോന്നും. ജീവിത പങ്കാളിയുടെ തൊഴിൽ മേഖലയിൽ സമ്മർദ്ദങ്ങൾ ഉയരുന്നതാണ്. അതിൻ്റെ പ്രതിഫലനം ഗാർഹിക ജീവിതത്തിലും പ്രതിഫലിക്കും.
ചെയ്തു പോരുന്ന ബിസിനസ്സിൽ വിപുലീകരണം സാധ്യമാകും. എന്നാൽ അതിനായി കടം വാങ്ങി ചെലവ് ചെയ്യുന്നത് ആശാവഹമല്ല. രാഷ്ട്രീയ രംഗത്ത് നിലപാടുകൾ വിമർശിക്കപ്പെടും. സംഘടനാ രംഗത്തുള്ള പ്രവർത്തനങ്ങളിലും പഴി കേൾക്കേണ്ടി വരും. മേലധികാരികൾക്ക് നൽകുന്ന വിശദീകരണം തൃപ്തികരമായേക്കില്ല. ആരോഗ്യകാര്യത്തിൽ കരുതൽ ഉണ്ടാവണം. ജീവിതശൈലി രോഗങ്ങൾക്ക് കൃത്യമായ പരിശോധന ആവശ്യമാണ്. വീട് നിർമ്മാണ രംഗത്ത് കാലവിളംബം നേരിടും. കൃത്യനിർവഹണത്തിൽ പുനരാലോചന വേണ്ടി വരുന്നതാണ്. ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം വിശാഖ മുക്കാൽ ഭാഗമടങ്ങിയ തുലാക്കൂറുകാർക്ക് ഗ്രഹണം നടക്കുന്നത് 5-ാം ഭാവത്തിലാണ്. പുണ്യപ്രവൃത്തികൾക്ക് മുടക്കം വരാൻ ഇടയുണ്ട്. സന്താനങ്ങളെ ചൊല്ലി കുടുംബത്തിൽ കലഹങ്ങൾ ഉയർന്നേക്കാം. അനാവശ്യം അകാരണമായ ഉത്കണ്ഠകൾ മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കും. വരവും ചെലവും പൊരുത്തപ്പെടുത്തുവാൻ ക്ലേശിക്കുന്നതാണ്. വ്യക്തിജീവിതത്തിൽ ഏറെ ആഗ്രഹിച്ച കാര്യങ്ങൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരും. യാത്രാവേളകളിൽ സന്തോഷം കുറയുന്നതാണ്. ശ്രാദ്ധങ്ങൾക്കും പൂജകൾക്കും തടസ്സം നേരിടും. അവസരത്തിനൊത്ത് ഉയരാൻ കഴിഞ്ഞേക്കില്ല. തെറ്റായ ചില തീരുമാനങ്ങൾ എടുക്കാൻ ഇടയുണ്ട്. വീഴ്ച, മുറിവ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഇവ വലയ്ക്കുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ പ്രായമായവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ അനിവാര്യമാണ്. കർമ്മരംഗത്ത് മാറ്റം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കും എങ്കിലും പ്രാവർത്തികമാക്കുക എളുപ്പമായേക്കില്ല. എഴുത്തുകാർക്ക് സർഗവാസനകളിൽ തടസ്സം നേരിടും. പ്രണയികൾക്ക് വിരക്തി തോന്നിത്തുടങ്ങും. വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് 4-ാം ഭാവത്തിലാണ് ഗ്രഹണം സംഭവിക്കുന്നത്. പഠനം, തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട് വീടും നാടും വിട്ട് അകലങ്ങളിൽ പോകുവാൻ സാധ്യതയുണ്ട്. മനസ്സിൻ്റെ മേലുള്ള നിയന്ത്രണം പലപ്പോഴും നഷ്ടപ്പെടുന്നതായി തോന്നും. പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. കെട്ടിടങ്ങൾ, വീട് എന്നിവയുടെ നിർമ്മാണ രംഗത്ത് തടസ്സങ്ങൾ നേരിടും. പല കാര്യങ്ങളും വൈകി മാത്രമായിരിക്കും നടപ്പിലാക്കുവാൻ സാധിക്കുക. കലാപ്രവർത്തന രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ച അവസരങ്ങൾ ലഭിച്ചേക്കില്ല. ബന്ധുകലഹങ്ങളിൽ അകലം പാലിക്കുന്നതായിരിക്കും ഉചിതം. സുഹൃത്തുക്കളുടെ ഉപദേശങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന പ്രവണത ദോഷം ചെയ്യും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കുവാൻ ശ്രമിച്ചില്ലെങ്കിൽ ജീവിതം ക്ലേശകരമായേക്കും. ദിനചര്യകളിൽ കൃത്യനിഷ്ഠ വേണം. വ്യായാമത്തിൽ അലംഭാവം പാടില്ല. അധികാരികളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ മടി കാണിക്കില്ല. അതുമൂലം തൊഴിലിടത്തിൽ അശാന്തി ഉണ്ടായേക്കും. മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗമടങ്ങിയ ധനുക്കൂറുകാർക്ക് ഗ്രഹണം നടക്കുന്നത് 3-ാം ഭാവത്തിലാണ്. അത്ര അനുകൂലം അല്ല എങ്കിലും കഠിനമായ ദോഷഫലങ്ങളും അനുഭവിക്കേണ്ടി വരില്ല. കുറേയൊക്കെ ആശ്വാസകരം ആണ്. വാഗ്ദാനങ്ങൾ പാലിക്കാൻ ക്ലേശിച്ചേക്കും. ലഭിക്കേണ്ടതായ സഹായവും വാഗ്ദാനവും ലഭിക്കുവാൻ കാലതാമസം നേരിടും. സമയബന്ധിതമായി തീർക്കേണ്ട ദൗത്യങ്ങൾ വൈകും. കാര്യക്ഷമതയ്ക്ക് കുറവ് സംഭവിക്കാം. പരസഹായം ഇഷ്ടപ്പെടാത്തവരും ചില കാര്യസാധ്യത്തിന് പരസഹായവും സഹകരണവും കൂടിയേ തീരൂ എന്ന അവസ്ഥ ആയിരിക്കും. ഏകാഗ്രതയ്ക്ക് ഭംഗം വരാൻ ഇടയുണ്ട്. സഹോദരങ്ങളുമായി ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ രൂപപ്പെടുന്നതാണ്. സഹപ്രവർത്തകരുമായുള്ള ആശയവിനിമയത്തിൽ പാളിച്ചകൾ വന്നുചേരും. സാഹസകർമ്മങ്ങളിൽ നിന്നും പിന്തിരിയുന്നത് ഉചിതമായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ദാമ്പത്യ ജീവിതത്തിൽ സുഖവും സന്തോഷവും നിലനിൽക്കും. പ്രണയകാര്യങ്ങൾക്ക് മന്ദഗതി ആയിരിക്കും. ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയുമടങ്ങിയ മകരക്കൂറുകാർക്ക് ചന്ദ്രഗ്രഹണം 2-ാം ഭാവത്തിലാണ് സംഭവിക്കുന്നത്. കുറേയൊക്കെ ദോഷഫലങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക ഇടപാടുകളിൽ നല്ല ജാഗ്രത ആവശ്യമാണ്. പണം കൊടുക്കൽ വാങ്ങലുകളുടെ രേഖകൾ സൂക്ഷിക്കണം. പ്രതീക്ഷിക്കുന്ന വായ്പ ലഭിക്കുവാൻ വൈകിയേക്കും. വായ്പകളുടെ തിരിച്ചടവിനും ക്ലേശിക്കുന്നതാണ്. ബിസിനസ്സുകാർക്ക് ആദായം കുറയുവാൻ സാധ്യതയുണ്ട്. വിപണന തന്ത്രങ്ങൾ വേണ്ടത്ര വിലപ്പോകില്ല.
വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധ കുറയും. ഗവേഷകർക്ക് പ്രബന്ധരചന പൂർത്തിയാക്കുവാൻ തടസ്സങ്ങൾ നേരിടും. വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാകും അഭികാമ്യം. കോടതി വ്യവഹാരങ്ങൾ നീണ്ടുപോകും. പതിവ് ആരോഗ്യ പരിശോധനകളിൽ അലംഭാവം പാടില്ല. സുഹൃത്ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകും. ചിലരുടെ ഉപദേശങ്ങൾ അത്ര ഗുണകരമായിരിക്കില്ല. നിയമന ഉത്തരവ് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും. കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത കുറയും. പ്രണയികൾക്ക് തടസ്സങ്ങൾ നേരിടും. അവിട്ടം അവസാന പകുതിയും ചതയവും പൂരുരുട്ടാതി മുക്കാൽ ഭാഗവുമടങ്ങിയ കുംഭക്കൂറുകാർക്ക് ജന്മരാശിയിലെ നക്ഷത്രങ്ങളായ ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിലാണ് ഗ്രഹണം സംഭവിക്കുന്നത്. ആയതിനാൽ ഈ ചന്ദ്രഗ്രഹണം ഏറ്റവും ദോഷപ്രദമാകുന്നത് കുംഭക്കൂറുകാർക്കാണ്. സുഗമമായ കാര്യങ്ങൾ പലതും ദുർഗമമാകും. അതുപോലെ തന്നെ സുലഭമായിരുന്ന വസ്തുക്കൾ ദുർലഭമായേക്കും. കാര്യനിർവഹണത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാകുന്നതാണ്. അടുത്ത ബന്ധുക്കളുമായി കലഹിച്ചേക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർ നേതൃത്വമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും തിളക്കം കുറയും. അന്യദേശത്തുള്ളവർക്ക് ജന്മനാട്ടിലേക്കുള്ള മാറ്റത്തിന് കാത്തിരിക്കേണ്ടി വരും. പണം വെച്ചുള്ള എല്ലാത്തരം ചൂത് കളികളോടുമുള്ള പ്രലോഭനങ്ങളെ സ്വയം നിയന്ത്രിക്കേണ്ടതാണ്. ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ പലതും പരാജയപ്പെടാൻ ഇടയുണ്ട്. പൊതുവെ മനസ്സമാധാനം കുറയും. വാഹന യാത്രകളിൽ കരുതൽ വേണം. പൂരുരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് 12ാം ഭാവത്തിലാണ് ഗ്രഹണം സംഭവിക്കുന്നത്. അപ്രതീക്ഷിതമായി പല യാത്രകളും വേണ്ടി വന്നേക്കും. പല കാരണങ്ങളാൽ വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടാകുന്നതാണ്. സഹായ വാഗ്ദാനങ്ങൾ പലതും ലഭിച്ചു എന്ന് വരില്ല. അമിത വ്യയത്തിന് ഉള്ള സാഹചര്യവും ഉണ്ട്. കച്ചവട രംഗത്ത് പുതിയ ഉപോത്കൃത സംസ്കാരവുമായി പൊരുത്തപ്പെടാനാകാതെ വിഷമിക്കും. ദൗത്യങ്ങൾ കരുതിയതിലും വിഷമകരമാകും. പ്രമാണങ്ങളിൽ ഒപ്പിടുമ്പോൾ വ്യവസ്ഥകൾ പൂർണ്ണമായി മനസ്സിലാക്കേണ്ടതാണ്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കില്ല. സംഘടനാ രംഗത്ത് ശത്രുക്കൾ വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ കരുതിയത്ര മാർക്ക് ലഭിക്കാൻ കഴിഞ്ഞേക്കില്ല. നിക്ഷേപങ്ങൾ സംബന്ധിച്ച രേഖകൾ സൂക്ഷിക്കാൻ മറക്കരുത്. പതിവ് ആരോഗ്യ പരിശോധനകൾ ഒഴിവാക്കരുത്. രോഗങ്ങൾക്ക് സ്വയം ചികിത്സ ദോഷം ചെയ്യും. വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. വിശ്വാസമുള്ളവർ ഗ്രഹണദോഷ പരിഹാരത്തിന് തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി മഹാദേവനെ ഭജിക്കുക. യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക.